2026 T20 ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ഫെബ്രുവരി 15-ന് കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കേണ്ട മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ 3 പ്രധാന നിബന്ധനകളാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ICCക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ICCയിൽ നിന്നുള്ള ഉയർന്ന റവന്യൂ ഷെയറാണ് പാകിസ്ഥാൻ ആദ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യക്കെതിരായ ബൈലാറ്ററൽ പരമ്പരകൾ പുനഃസ്ഥാപിക്കണമെന്നും മത്സരങ്ങളിൽ ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോളുകൾ കൊണ്ടുവരണമെന്നുമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും മോഹ്സിൻ നഖ്വിയും ICCക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന മറ്റ് നിബന്ധനകൾ. ഏറെ നാളുകളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ICC ടൂർണമെന്റുകളിലും ഏഷ്യാ കപ്പിലും മാത്രമാണ് ഏറ്റുമുട്ടാറുള്ളത്. രാഷ്ട്രീയ നയതന്ത്ര വിഷയങ്ങൾ കാരണം ടെസ്റ്റ് ഏകദിന T20 പരമ്പരകളിൽ ഇരു ടീമുകളും നേർക്കുനേർ വരാറില്ല. ഇക്കഴിഞ്ഞ ഏഷ്യാ കപ്പിൽ ഇരു ടീമുകളും തമ്മിൽ കൈകൊടുക്കാതിരുന്നതും വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ നീക്കം. ICCക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. അതിനാൽ തന്നെ മധ്യസ്ഥ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ശ്രമം. എന്നാൽ പാകിസ്ഥാന്റെ ആവശ്യങ്ങൾ ICC അംഗീകരിച്ചാൽ ഇന്ത്യ മത്സരം ബഹിഷ്കരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മത്സരം ബഹിഷ്കരിക്കാനുള്ള തീരുമാനം പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാക്കും. പോയിന്റ് നഷ്ടം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഇന്ത്യക്ക് നേരിട്ട് പോയിന്റ് ലഭിക്കുകയും ചെയ്യും. മത്സരം കളിക്കാതെ വിട്ടുനിന്നാൽ 20 ഓവറും ബാറ്റ് ചെയ്ത് 1 റൺസ് പോലും നേടിയില്ല എന്ന രീതിയിലാകും വാക്ക് ഓവർ കണക്കാക്കുക. ഇത് പാകിസ്ഥാന്റെ റൺ റേറ്റിനെ ദോഷകരമായി ബാധിക്കുകയും അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവേശനത്തെ തടയുകയും ചെയ്തേക്കാം. ഇതേസമയം തങ്ങളോടുള്ള ഐക്യദാർഢ്യത്തിന് നന്ദിയുണ്ടെന്നും എന്നാൽ ഫെബ്രുവരി 15-ലെ ഇന്ത്യ പാക് മത്സരം നടക്കണമെന്നുമാണ് ബംഗ്ലാദേശിന്റെ പുതിയ നിലപാട്. ബംഗ്ലാദേശ് താരം മുസ്തഫിസുർ റഹ്മാനെ IPL-ൽ നിന്ന് ഒഴിവാക്കാൻ BCCI കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് നിർദ്ദേശിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പിന്നീട് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ലോകകപ്പിനായി ഇന്ത്യയിലേക്ക് വരാൻ ബംഗ്ലാദേശ് വിസമ്മതിച്ചു. ഇതേ തുടർന്ന് ICC ബംഗ്ലാദേശിനെ മാറ്റി സ്കോട്ട്ലൻഡിനെ ലോകകപ്പിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ബംഗ്ലാദേശിനോട് കാണിച്ചത് നീതികേടാണെന്ന് ആരോപിച്ചാണ് ഇന്ത്യക്കെതിരായ മത്സരം മാത്രം ബഹിഷ്കരിക്കുമെന്ന് പാകിസ്ഥാൻ സർക്കാർ പ്രഖ്യാപിച്ചത്.